നഖം വെട്ടി കൊച്ചു കുട്ടികളുടെ കയ്യിൽ കിട്ടിയാൽ എന്ത് പറ്റാനാ, അടുക്കളയിലെ പിച്ചാത്തി സൂക്ഷിച്ചാൽ മതി എന്ന് അവലോസുണ്ട പറഞ്ഞിരിക്കുകയാണ്. എന്റെ അവലോസുണ്ടേ, ഈ പിള്ളേരെന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന എല്ലാം അനുകരിക്കും. നമ്മൾ മുടി ചെയ്യുന്നത്, നടക്കുന്നത്, പല്ല് തേക്കുന്നത്, അതേപോലെ ഇവര് നഖം വെട്ടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നഖം വെട്ടി കൈ കിട്ടിയാൽ നമ്മൾ നഖം വെട്ടുന്നത് അവരെ അനുകരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നഖം മുറിഞ്ഞിട്ടുള്ളവര്, നഖമില്ല വിരലും മുറിഞ്ഞിട്ടുള്ള ഒരു അനിയനും ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ ബ്രോയുടെ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതും ഉറപ്പായിട്ട് ഇത് അനുകരിക്കും. ബ്രോ ഒരു നഖം വെട്ടി അവർ കാണുന്ന രീതിയിൽ വെച്ചാൽ മതി. അപ്പൊ എന്തായാലും നമ്മൾ സേഫ്റ്റി ആയിട്ട് ഇരിക്കേണ്ടത്, കുട്ടികളെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോ ഭയങ്കര തലവേദന. അപ്പോ ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കി തലവേദന മാറാൻ എന്തൊക്കെ ചെയ്യാം. അപ്പൊ ഞാനൊരു വീഡിയോ കണ്ടു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടോ? കണ്ടില്ലേ? അപ്പൊ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കരുതി. എന്റെ കയ്യിൽ വിക്സ് ഉണ്ട്, പക്ഷെ ബാൻഡേഡ് ഇല്ല. അപ്പോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബാൻഡേഡ് വാങ്ങിക്കാൻ പോകും. പുറത്തെന്താ മഴയെന്നറിയോ? ഞാൻ ഇപ്പൊ പോയി 2 ബാൻഡേഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ബാൻഡേഡ്, 6 രൂപ. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്തോ. ആദ്യം നമുക്ക് ബാൻഡേഡ് കീറി എടുക്കാം. എന്നിട്ട് ഇതിന്റെ സെൻട്രലിൽ വിക്സ് ചെയ്യണം. വിക്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ സെൻട്രലിലേക്ക് കൈയുടെ ഇവിടെ പിടിക്കാം. ഇനി നമുക്ക് കുറച്ചുനേരം വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ തലവേദന മാറുമോ. A few moments later. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് വെച്ചിട്ട് ഇപ്പൊ എന്റെ തലവേദന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ തലവേദന മൊത്തത്തിൽ